ശരി, ശ്രീ ജി മുരളീധരൻ, വിഷയങ്ങളിൽ കാതലായി സ്പർശിക്കാതെ വൈകാരിക മേഖലകളിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അത് തന്നെയാണ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത്, അല്ലേ? ചട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങൾ പഠിക്കാതെയാണ്. കാരണം ഇങ്ങനെ സംസാരിക്കുന്നവരാണ് കേരളത്തിലെ സർവകലാശാലകളിലെ താൽക്കാലിക VC ആക്കുന്നത്. അതുകൊണ്ടാണ് സർവകലാശാലകൾ കുഴപ്പത്തിലേക്ക് പോകുന്നത്. ശരി, ശ്രീ VPP മുസ്തഫ, സർവകലാശാലയിൽ കുഴപ്പമില്ലാത്തതുകൊണ്ടാണല്ലോ SFI നേതാക്കന്മാർ പരീക്ഷ എഴുതാതെ പാസ്സാവുന്നതും. ഞാൻ തിരുവനന്തപുരം മഞ്ജുവിൽ കോടതി പോയപ്പോൾ നിങ്ങളുടെ പഴയ SFI നേതാവ് നസീമും ശിവരഞ്ജിത്തും ഒക്കെ മൂന്നാം കോടതിയിൽ എല്ലാ ദിവസവും നസീമും ശിവരഞ്ജിത്തും വരുന്നത് എന്തിനാ? നിങ്ങളുടെ SFI നേതാക്കന്മാർ കോപ്പി അടിച്ച് PSC പരീക്ഷയിൽ റാങ്ക് വാങ്ങിച്ചത്. ഇതാണ് നിങ്ങൾ സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംശയമുണ്ടെങ്കിൽ അഭിഭാഷകനെ താങ്കൾക്ക് മൂന്നാം കാര്യമുള്ളൂ. വ്യക്തികളുടെ കാര്യം അങ്ങനെ പറയുന്നത് ശരിയല്ല. അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ കാര്യം ബി.ജി. വിഷ്ണു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാട്ടൂ, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാട്ടൂ എന്ന് അരവിന്ദ് കെജ്രിവാൾ അടക്കം നിരവധി പേർ വെല്ലുവിളിച്ചു. ആ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് ഒരു മറുപടി ഉണ്ടായില്ല. അതുകൊണ്ട് അതിലേക്കൊന്നും പോയി വെറുതെ നാണം കെടണ്ട. അവരുടെ SFIയുടെ നേതാക്കൾ. ശ്രീ VP മുസ്തഫ, നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്കൾക്ക് രാഷ്ട്രീയമായ മറുപടി പറയാം ഇതിനൊക്കെ. ഞാൻ പറഞ്ഞാൽ അദ്ദേഹം ഈ വിഷ്ണു ചാനൽ ചർച്ചയിലല്ല, ഏതോ RSSന്റെ പൊതുയോഗത്തിലാണ് ഉള്ളത് എന്ന ധാരണയിലാണ് ഉള്ളത്. അദ്ദേഹം പറഞ്ഞ ഭാഷയിലൊക്കെ പറഞ്ഞാൽ നേതാവാണ്. ആ മുസ്തഫ എന്ന പേര് വെച്ചിട്ട് താങ്കൾ അത് പറയുന്നത് റദ്ദാകേണ്ട ഒരു പൊതുപ്രവർത്തകന്റെ റദ്ദാക്കേണ്ട വികാരമാണ്. അദ്ദേഹത്തിന്റെ പേരിന്റെ സ്വഭാവം വെച്ചിട്ട് അദ്ദേഹത്തെ ആ രീതിയിൽ പറയുന്നത് നിങ്ങളുടെ രാഷ്ട്രീയ ജനിതകത്തിന്റെ പ്രശ്നമാണ്. അത് എതിർക്കപ്പെടും. അത് എന്റെ ചർച്ചയിൽ എതിർക്കപ്പെടും. ഭാരതമാതാവിനെതിരെയാണ് പറഞ്ഞത്, ഭാരതമാതാവിനെതിരെയല്ല. നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എന്തേ അപ്പൊ ശബ്ദമുയരാത്തത്? ഇപ്പോൾ നിങ്ങൾ സ്ത്രീ എന്ത് സ്ത്രീ അമ്മ എന്ന് പറയുന്ന ഈ രാജ്യത്ത് ആരുടെ ജനിതകത്തിന്റെ താങ്കൾക്ക് മറുപടി പറയാം. RSSന്റെ ഈ ഇത്തരം ഏർപ്പാടുകൾ ഞങ്ങൾ നഖശികാന്തി എതിർക്കും. അദ്ദേഹം ഇപ്പൊ SFIക്കാരൊക്കെ എന്തോ വലിയ കോപ്പിയടിക്കാരും കള്ളന്മാരും ആണെന്നൊക്കെ പറഞ്ഞു. ഇവിടെ കള്ളപ്പണം അടിച്ചതിന് നിങ്ങൾ നോക്കൂ, കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മോഡി 500ന്റെ 1000ന്റെ ഒക്കെ നോട്ട് പിൻവലിച്ചത്. കേരളത്തിൽ കള്ളപ്പണം അടിക്കുന്ന പ്രസ് ഉണ്ടാക്കിയത് RSSന്റെ നേതാക്കളല്ലേ? കയ്യോടെ പിടിയിടില്ലേ 3-4 എണ്ണത്തെ? കള്ളപ്പണം കൊണ്ടുവന്നതിനല്ലേ RSSന്റെ നേതാക്കള് കേസിൽപ്പെടുന്നത്? തൃശ്ശൂരെ നിങ്ങളുടെ ഓഫീസ് സെക്രട്ടറി അല്ലേ പോലീസിൽ പോയിട്ടും കോടതിയിൽ പോയിട്ടും മൊഴി കൊടുത്തിരിക്കുന്നത്? ഇങ്ങനെ എല്ലാം പറഞ്ഞിരിക്കുന്നത് നിങ്ങളാണ്. ഇനി സാക്ഷാൽ നിങ്ങളുടെ സവർക്കർ എത്ര തവണ മാപ്പെഴുതി വിഷ്ണു? എത്ര തവണ മാപ്പെഴുതി വിഷ്ണു? സവർക്കർ എത്ര തവണ മാപ്പെഴുതി കൊടുത്തു? എന്നിട്ട് ആ സവർക്കറുടെ രാജ്യസ്നേഹമാണോ നിങ്ങൾ പറയുന്നത്? അതല്ല, ഒരൊറ്റ തവണയും മാപ്പെഴുതി കൊടുക്കാതെ ജയിലിൽ കിടന്ന AKജിയെ കുറിച്ചാണോ നിങ്ങൾ പറയുന്നത്? ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? സവർക്കറിനൊക്കെ കാലം തരാൻ പോയാൽ നിങ്ങളുടെ ജയിലിൽ കിടന്ന AKജിയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. മാപ്പെഴുതി കൊടുത്ത് ഈ രാജ്യത്തെ ഒറ്റുകൊടുത്ത ഒരൊറ്റ ഹിന്ദുത്വ വർഗീയവാദിയുടെയും കാലുള്ള ഞങ്ങൾ പോലെ കാണും. ഞങ്ങളുടെ കൈ നാറും അങ്ങനെ ഒരാളെ തൊടാൻ പോയാൽ. അദ്ദേഹത്തിന്റെ സമയത്ത് പറയട്ടെ. ശ്രീ ബി.ജി. വിഷ്ണു, VP മുസ്തഫ പെട്ടെന്ന് കംപ്ലീറ്റ്. അമിത്ഷായുടെ മകൻ ജയ്ഷ 50 കോടിയിൽ നിന്ന് എങ്ങനെയാണ് പൊടുന്നനവേ 500 കോടിയിലേക്ക് എത്തിയത്? അതൊക്കെ പോയി അന്വേഷിക്കാൻ വിട്ടു. ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ. അതുകൊണ്ട് എന്തിനാ ഈ അസഹിഷ്ണുത? നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇത് ജനാധിപത്യമല്ല. അദ്ദേഹം താങ്കൾ സംസാരിച്ചപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചും താങ്കൾ ഇതുവരെ പറഞ്ഞത്
പറഞ്ഞതിനുള്ള മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. താങ്കൾ ഇതുവരെ പറഞ്ഞത് ശ്രീ വി പി പുസ്തകത്തോടൊരു വേഗം. അല്ല, വിഷ്ണു നേരത്തെ അജിംഷിനെ കുറെ ജനാധിപത്യം പഠിപ്പിച്ചു. അജിംഷെ ഇടപെടല്ല, ചോദ്യം ചോദിക്കല്ല, അതൊക്കെ പാലിച്ചിട്ടാണ് ഇദ്ദേഹം അങ്ങേയറ്റം ഹീനമായ ഭാഷയിൽ പലതും പറഞ്ഞപ്പോഴും ഞങ്ങൾ ഇടപെടാതിരുന്നത്. കാരണം അദ്ദേഹത്തിനുള്ള സ്വാതന്ത്ര്യം അത് നിങ്ങൾ കൊടുത്ത സമയമാണ്. ഞങ്ങൾക്ക് ചോദ്യം ചോദിക്കാനില്ലാത്തത് കൊണ്ടല്ലോ. അപ്പോ ഇതാണ് RSSന്റെ പരിപാടി. അവരുടെ ബലപ്രയോഗം ഭീഷണിയല്ലേ അദ്ദേഹം പ്രയോഗിച്ചത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരെ വിടൂല, ഇന്ത്യ മുഴുവൻ ഞങ്ങൾ ഈ ഭാരതാംബയുടെ ചിത്രം വരും, നിങ്ങൾ ഇന്ത്യയിൽ ഈ പ്രതിഷേധവും നേരിടും. കഴിഞ്ഞ രണ്ട് തവണയും നിങ്ങൾക്ക് തനിച്ച് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന പാർലമെന്റിൽ നിങ്ങൾക്ക് എന്ത് 2024 തനിച്ച് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് കർണാടകത്തിലെ ഭരണം നഷ്ടപ്പെട്ടു. ഇതൊക്കെ നിങ്ങളുടെ മുന്നിലുണ്ടാവും. അതുകൊണ്ട് CPM-ന്റെ തിരിച്ചടിയെ കുറിച്ച് പറയുന്ന നിങ്ങൾക്ക് ഇത് ഓർമ്മ വേണം. ഇന്ത്യയിലെ ഭരണ കർഷകർ നിങ്ങൾക്കെതിരാണ്. ആ കർഷക ഭൂമിയിലാണ് നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം ഉണ്ടാക്കിയില്ലേ? ആ രാമക്ഷേത്രം ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിങ്ങൾ എന്ത് വിഷ്ണു? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം കെട്ടിയിട്ട് എന്റെ അയോധ്യയിലെ ജനങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചത്? നിങ്ങളുടെ വർഗീയതയോടൊപ്പമല്ല ജനങ്ങൾ, അയോധ്യയിലെ വിശ്വാസികൾ നിങ്ങളോടൊപ്പമല്ല. അതുകൊണ്ട് ഈ വർഗീയതയും ഈ വിദ്വേഷവും ഈ വിഭാഗീയതയും എന്തായിരുന്നാലും കാവ്യവൽക്കരണത്തെ രാഷ്ട്രീയമായി